മനസ്സിൻ്റെ നിയന്ത്രണമാണ് ടെൻഷൻ ഒഴിവാക്കി ആസ്വദിച്ച് ജീവിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം. മനസ്സിൻ്റെ കടിഞ്ഞാൺ കയ്യിലില്ലാത്തവൻ എന്തു നേട്ടങ്ങളുണ്ടാക്കിയാലും അവ പ്രയോജനരഹിതമായിരിക്കും. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ സാധിക്കണം. സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കുന്നുകൂടുമ്പോഴാണല്ലോ പലപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സ്വസ്ഥതയ്ക്കുമായി വ്യായാമം ജീവിതത്തിലെ നിത്യശീലമാക്കണം. പ്രഭാതത്തിൽ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഓരോ ജീവകോശങ്ങളിലും പ്രാണവായു നിറച്ചുകൊണ്ട് ഒന്ന് നടക്കുക. ദിവസം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നവോന്മേഷമായിരിക്കും ലഭിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ ശാസ്ത്രീയമായി അറിയപ്പെടുന്ന യോഗ പരിശീലിക്കുന്നത് നല്ലതാണ്. ഭക്ഷണം ആരോഗ്യകരമായിരിക്കണം. അതായത് ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നതിനു പകരം ജീവിക്കാൻ വേണ്ടി മാത്രമാകട്ടെ ഭക്ഷണം. രുചിയുടെ മാത്രം പുറകെ പോകാതെ സമീകൃതമാകട്ടെ വിഭവങ്ങൾ. പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി അടങ്ങേണ്ടതുണ്ട്. കൃത്രിമ ഭക്ഷണ സാധനങ്ങളും വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങളും മിതമാക്കുന്നതായിരിക്കും ഉചിതം. മനസ്സിൽ ശുഭചിന്തകൾ നിറയ്ക്കണം. നിഷേധാത്മകമായ വികാരങ്ങളായ ക്രോധം, കാമം, ലോഭം, മോഹം, മതം, മാത്സര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് മനസ്സിന് സംഘർഷമുണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. ദിവസവും നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ സമയം കണ്ടെത്തണം. അല്പസമയം സംഗീതം ആസ്വദിക്കുന്നതും നല്ലതാണ്. ഉറക്കം സുഖകരമാക്കുവാൻ ശ്രമിക്കണം. എത്ര നേരം ഉറങ്ങി എന്നതല്ല പ്രധാനം, മറിച്ച് എങ്ങനെ ഉറങ്ങി എന്നതാണ്. പ്രതിദിനം 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിയാൽ നന്നായിരിക്കും. കഴിയുന്നതും കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കണം. പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ശീലമാക്കുന്നത് ഏറ്റവും നല്ലതാണ്. ലഹരി പൂർണ്ണമായും ഉപേക്ഷിക്കണം. മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് ആത്മീയ ആരോഗ്യം പ്രധാനമാണ്. പ്രാർത്ഥിക്കാനും കണ്ടെത്തുക കുറച്ച് സമയം. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ ഒരു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പാട്ട് കേൾക്കുക, സംഗീത ഉപകരണങ്ങൾ പഠിക്കുക, പാട്ടിനൊത്ത് അല്പം നൃത്ത ചുവടുകൾ വയ്ക്കുക, യോഗ പരിശീലിക്കുക, ഇടയ്ക്ക് ലിഫ്റ്റ് ഒഴിവാക്കി പടികൾ കയറുക, സൂര്യാസ്തമയം കാണുക, ഒരു ചെടി നടുക, ബീച്ചിലൂടെ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുക. മറ്റുള്ളവരിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങൾ കണ്ടെത്തുക. സാധാരണയിൽ നേരത്തെ എഴുന്നേൽക്കുക, പുറത്തൊന്ന് നടക്കാൻ പോകുക, ഒരു പൂന്തോട്ടം സന്ദർശിക്കുക, ദിവസവും നല്ല കാര്യങ്ങൾ ചെയ്യുക, ദീർഘമായി 10 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുക, വെറുതെ കുറച്ച് സമയം കിടക്കുക, സംഗീത കച്ചേരി കേൾക്കാൻ പോകുക. നമ്മെ നാം ആക്കുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. മനസ്സ് ദുഷിച്ചാൽ ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. നല്ല മനസ്സോടെ ഇരുന്നാൽ ജീവിതം ആനന്ദപൂർണ്ണമാക്കാം. മനസ്സിൻ്റെ നിയന്ത്രണമാണ് ടെൻഷൻ ഒഴിവാക്കി ആസ്വദിച്ച് ജീവിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം. മനസ്സിൻ്റെ കടിഞ്ഞാൺ